മനുഷ്യൻ ജീവിക്കാൻ മറന്നുപോയി. അതിനിടയിൽ ഈ ആഗ്രഹങ്ങൾക്കും ആശകൾക്കും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിനുമിടയിൽ ജീവിക്കുക എന്ന് പറയുന്ന സംഗതി മറന്നുപോയി. ഇവിടെ ലഭിച്ചതുകൊണ്ട് ജീവിക്കാൻ എനിക്ക് സാധിച്ചതേയില്ല. ഞാൻ ജീവിച്ചത് മുഴുവൻ ആഗ്രഹങ്ങളെ തേടിയായിരുന്നു. ആഗ്രഹങ്ങളെ തേടിയുള്ള യാത്ര, ആ ആശകൾ, സ്വപ്നങ്ങൾ, അത് മാത്രമാണ് എന്നെ ഭരിച്ചത്. പിന്നീടുള്ള പകുതിയോ അവയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പുകളായിരുന്നു. ഇവ രണ്ടും സംഭവിച്ചു കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ 4 ദിനങ്ങൾ, എനിക്ക് അനുവദിക്കപ്പെട്ട 4 ദിനങ്ങൾ കടന്നുപോയി കഴിഞ്ഞിരുന്നു. എന്ത് ചെയ്യാൻ? മനുഷ്യൻ്റെ വ്യർത്ഥമായ ഒരു സാഹചര്യത്തെ, ജീവിത സാഹചര്യത്തെയാണ് യഥാർത്ഥത്തിൽ ഈ ഈരടി മുന്നോട്ട് വെക്കുന്നത്. മനുഷ്യൻ ആഗ്രഹങ്ങൾക്ക് പിറകെ സഞ്ചരിച്ച് തനിക്ക് ലഭിച്ച ജീവിതം പരമാവധി സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതിൽ നിന്ന് വിട്ടുപോകുന്നു. ഉള്ള സൗകര്യങ്ങളിൽ ജീവിക്കുന്നതിന്, അല്ലെങ്കിൽ അതിൽ ജീവിച്ചുകൊണ്ടത് മെച്ചപ്പെടുത്തുന്നതിന് പകരം അതിൽ തൃപ്തി വരാതെ ആശകളുടെ ലോകത്ത്, മിഥ്യാലോകത്ത് വിഹരിക്കുകയാണ് അവൻ ചെയ്തത്. എന്നിട്ടോ ആ വിതച്ച ആശകളുടെ വിത്ത് കൊയ്തെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു മിഥ്യാധാരണയിൽ അവൻ കാത്തിരിക്കുകയും ചെയ്തു. ഈ ആശകൾക്കും കാത്തിരിപ്പിനിടയിൽ ജീവിതം നഷ്ടമായത് അവന് അറിയാൻ സാധിച്ചതേയില്ല എന്നതാണ് സീമാബ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ബഹദൂർ ഷാ സഫറിന്റെ ലഗ്താ നഹിയയോട് ചേർന്ന് വരാവുന്ന രീതിയിലാണ് അതിൻ്റെ രചന പോലും. അതിൻ്റെ ആശയപ്രതലം അങ്ങനെയാണ്, അതിൻ്റെ ഘടന അങ്ങനെയാണ്. പ്രദീഫ്, കാഫി, മീറ്റർ പോലുള്ള സംഗതികളൊക്കെ കറക്റ്റാണ്. അപ്പോൾ സ്വാഭാവികമായും അതിലേക്ക് ചേർത്ത് വെച്ചതിനെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. പക്ഷേ അത് ബഹദൂർ ഷാ സഫറിൻ്റേതല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.